കണ്ണൂർ ജില്ലയിലെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ആലക്കാട് സ്വദേശിയായ യുവ കർഷകനാണ് സന്തോഷ്. സന്തോഷിനിത് സന്തോഷത്തിൻ്റെ നാളുകളാണ്. ഓണം വിപണി മുന്നിൽ കണ്ട് പച്ചക്കറി കൃഷി ചെയ്ത സന്തോഷിൻ്റെ പച്ചക്കറി കൃഷിത്തോട്ടത്തിൽ ഇപ്പോൾ വിളവെടുപ്പിൻ്റെ കാലമാണ്. കക്കിരിയും വെള്ളരിയും കുമ്പളവും മത്തനും പൂവിട്ട് വിരിഞ്ഞു പാകമായി കഴിഞ്ഞു. ഓണത്തിന് ഇനിയും ആഴ്ചകളുണ്ടെങ്കിലും വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. കടന്നപ്പള്ളി പഞ്ചായത്തിലെ ആലക്കാട് സ്വദേശിയായ സന്തോഷിന് കൃഷി ഒരു ഹരമാണ്. തൊട്ടടുത്ത പഞ്ചായത്തായ ചപ്പാരപ്പടവ് പഞ്ചായത്തിൽപ്പെട്ട ഞണ്ടമ്പലം പ്രദേശത്തും പരിയാരം പഞ്ചായത്തിലെ പ്രദേശത്തും പാട്ടത്തിനെടുത്ത സ്ഥലങ്ങളിലാണ് സന്തോഷ് പച്ചക്കറി കൃഷി ചെയ്തു വരുന്നത്. ഏകദേശം 10 ഏക്കറോളം സ്ഥലത്ത് നിലവിൽ കൃഷിയുണ്ട്. പച്ചക്കറി കൃഷിക്ക് പുറമെ 500ഓളം നേന്ത്രവാഴകളും ഈ വർഷം പുതിയതായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കാണുന്ന ചിത്രത്തിലുള്ള സ്ഥലത്ത് 6 ഏക്കർ കക്കിരി, വെള്ളരി, മത്തൻ, കുമ്പളം തുടങ്ങിയവയാണ് കൃഷി ചെയ്തു വരുന്നത്. ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയ തോതിൽ കീടശല്യമുണ്ട്. കീടശല്യത്തിൻ്റെ ഫലമായി പ്രാണികൾ കൊത്തി ധാരാളം കക്കിരിയും വെള്ളരിയും നശിച്ചു പോയിട്ടുണ്ട്. അതുകൂടാതെ വന്യജീവികളായ കാട്ടുപന്നിയും മുള്ളൻ പന്നിയും മയിലും കൃഷി നശിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുണ്ട്. നിലവിൽ തരക്കേടില്ലാതെ വില ലഭിക്കുന്നതിനാൽ സന്തോഷത്തിൻ്റെ നാളുകളാണ്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും വന്യജീവി ശല്യവും കീടശല്യവും പ്രതീക്ഷിച്ച തരത്തിലേക്കുള്ള ഒരു ഉയർച്ചയിലേക്ക് എത്താൻ സാധിച്ചില്ലെന്നും എന്നിരുന്നാലും കൃഷി ഒരു ലാഭ മാർഗമായി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നശിച്ചുപോയ കക്കരികളാണ് ഈ കാണുന്നത്. കൃഷിയിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അത് പൂവിട്ട് കായ്ച്ച് കാണുന്ന കാഴ്ചകളാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാർഷിക വൃത്തി രക്തത്തിലലിഞ്ഞു ചേർന്ന കർഷക കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ പേര് സന്തോഷ്. ഞാൻ ഇവിടെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഒരു 6 ഏക്കറിന് മേലെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ അത് വേറെയും സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ഒരു 3 ഏക്കർ വേറെയും ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ നേന്ത്രവാഴ ഒരു 500 നേന്ത്രവാഴ കൃഷിയുണ്ട്. പിന്നെ ഇതിപ്പം വെള്ളരി, കക്കിരി, മത്തൻ, ഇളവൻ, കുമ്പളവും കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പം വിളവെടുപ്പ് തുടങ്ങിയിട്ട് 1 മാസത്തോളമായി. മാന്യമായ വിലയുണ്ട്. പക്ഷേ കാലാവസ്ഥ കുറച്ച് മഴ കൂടുതലായതുകൊണ്ട് മാത്രം കുറച്ച് പിടുത്തത്തിനൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ട്. സാമാന്യം വിലയുള്ളതുകൊണ്ട് കൃഷിയെ അധികം ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.